ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ അനശ്വരൻ്റെയും ദിവ്യശ്രീൻ്റെയും പിന്നെ സിനിൻ്റെയും വീട്ടിലേക്കാട്ടോ വന്നിരിക്കണത്. കണ്ടില്ലേ ഗൈസ്? ഹേ ഓൾ, അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ 3 പേരുടെ വീട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ പോണ വഴിയിലാട്ടോ ഈ ഒരു കട നമ്മൾ കണ്ടത്. അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇങ്ങനൊരു നല്ല മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അതെ ഗൈസ്, ഇവരാണ് ബാബു അണ്ണൻ. സംഭവം നമുക്കാർക്കും ഇവര് പേഴ്സണലി പരിചയം ഇല്ലാന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഈ 3 പേർക്ക് മാത്രമാട്ടോ ഇവരെ പരിചയമുള്ളത്. പക്ഷെ ഇവര് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ മുന്നേ പരിചയമുള്ള ആൾക്കാരെ പോലെ ഇരുന്നു കേട്ടോ. കാരണം നമ്മളോട് ഒരുപാട് സംസാരിച്ചു. അതേപോലെ തന്നെ നമുക്ക് സിപ്പും ലേസും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന 2 പിള്ളേരുണ്ടല്ലോ, ഇത് നമ്മളെ ബാബുണ്ണന്റെ പേരക്കുട്ടികളാട്ടോ. ഇപ്പൊ ഇവര് നമ്മൾ നല്ല കമ്പനിയായി. പിന്നെ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. അതേപോലെ തന്നെ വഴിയിൽ നിന്ന് പരിചയപ്പെട്ടാട്ടോ ഇവനും നമ്മളവിടെ അടുത്ത് തന്നെയാണെന്നാ പറഞ്ഞത്. അങ്ങനെ ഗൈസ് നമ്മൾ ദാസിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടാ. ദാസ് മീൻസ് ദിവ്യ, അനശ്വര ആൻഡ് സിനി. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട്. സംഭവം മറ്റാരല്ല, നമ്മളെ രാമു. ഈ കാണുന്നതാണ് രാമു. പിന്നെ അനശ്വര അതിനെ സൈഡിലേക്കൊക്കെ ആക്കി തന്നുകൊണ്ട് നമ്മൾ നൈസായിട്ട് വേഗം കയറിപ്പോയി. ഇവർ സ്റ്റേ ചെയ്യുന്നത് ഇതിന്റെ മുകളിലാട്ടോ. അപ്പൊ നമ്മളിതാ നേരെ കയറി പോവാണ്. കയറുന്ന ഭാഗത്ത് തന്നെ ഇതാ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കയറുന്ന ഉടനെ തന്നെ ഇവിടെ വലിയ ഹോളാട്ടോ. ഇവിടെ ഒരു കട്ടിലുണ്ട്. പിന്നെ ഇവിടുന്ന് ഫുള്ള് നമ്മൾ ഹോം ടൂർ എടുക്കലേന്ന്. നേരെ കിച്ചൺ കാണലും പിന്നെ ഇവരെ ഡ്രസ്സിംഗ് റൂം കാണലും. അതിനുശേഷം ഇതാ ദിവ്യശ്രീ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. സാധനങ്ങളൊക്കെ വെക്കുന്നത് നമ്മുടെ അനശ്വര മീ ദെൻ സിനിയാണ് ഇവിടെ ഉള്ളത്. സോ ഗൈസ്, അത്രേ ഉള്ളൂ. ദെൻ എന്തെങ്കിലും മേക്കപ്പ് ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ. പിന്നെ ഇതാ ശാന്തിയും സമാധാനവും കിട്ടുന്ന വലിയ ഇടം തന്നെയായിരുന്നു കേട്ടോ ഇവര് ബാത്റൂം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ഹരിതക്ക് ദിയും ഫാത്തിമയും പറഞ്ഞു കൊടുക്കണം, ഇത് കണ്ട് പഠിക്കുന്നൊക്കെ. സംഭവം എന്താന്ന് വെച്ചാൽ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിനക്കും വേണ്ട ഇങ്ങനെ ഒരു ഏരിയ ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുമെന്നും പറഞ്ഞു കൊടുക്കുകയാണ് ഈ സംഭവം. പിന്നെ കണ്ടില്ലേ, കാര്യമായിട്ടുള്ള സൽക്കാരം തന്നെ ഇരുന്നു കേട്ടോ. നമ്മളെ കണ്ട കുറേ സ്നാക്സും ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇവര്. പിന്നെ ഗൈസ്, നമുക്ക് ഇതാ ദിവ്യശ്രീ ഫുള്ള് കാണിച്ചു തരും കേട്ടോ. അവിടെ ഒരു പണി കൊടുക്കണേ. അവിടെ നമ്മുടെ വീട് ഇവർക്ക് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ടെറസിന്റെ മുകളിലോട്ട് കയറി. ഇവിടെ ആയിട്ട് ഇവർ അലക്കണതെല്ലാം. അങ്ങനെ ഗൈസ്, ഇവരുടെ ടെറസിൽ നിന്ന് നേരെ നോക്കിയപ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത്. മറ്റാരുമില്ല, ഇതാ നിൽക്കണ നമ്മളെ ധനു. അങ്ങനെ നമ്മളിതാ കോളൊക്കെ ചെയ്ത് നോക്കിട്ടാ. പക്ഷെ ആരും കോൾ എടുക്കുന്നില്ല. അങ്ങനെ അവസാനം ഇതാ എല്ലാവരും കൂടി ഇവിടുന്ന് കൂകി വിളിക്കലും കൈ കാണിക്കലും എല്ലാം കൂടി ഇരുന്ന് അവസാനം നമ്മൾ കണ്ടിട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ കാര്യപ്പെട്ട പരിപാടിയിലോട്ടാണ് ഇനി നമ്മൾ കിടക്കുന്നത്. മറ്റൊന്നല്ല, ചായ അടിക്കലേ. അടിപൊളി ചായയും പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള സ്നാക്സും അതുപോലെ തന്നെ എന്തോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ മിച്ചറും അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ. സംഭവം എന്താ പേരൊന്നും അറിയില്ല, മധുരമുള്ള ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പിന്നെ അതാ നമ്മളെല്ലാവരും കൂടി സംസാരിച്ചാൽ അടിപൊളിയായിട്ട് ഇരുന്ന് ചായ അടിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കലാപരിപാടികളായിരുന്നു കേട്ടോ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ദിയ ഒരു റൊമാൻറ്റിക് സോങ് പാടുകയാണ്. സോ അത് ആക്ച്വലി പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയം നടിക്കുന്നവർക്കും ആരെങ്കിലും ലൈൻ അടിക്കുന്നവർക്കും പ്രണയിച്ച് കൊണ്ടേയിരിക്കുന്നവർക്കും ഇനി പ്രണയിക്കാൻ പോയത് കുറെ അല്ല, അതെ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളുള്ള എല്ലാ പ്രണയിനി കവിതാക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മളുടെ വെറും മലപ്പുറം ദിയ പെരിങ്കോടൻ അവതരിപ്പിക്കുന്ന ബ്യൂട്ടിഫുൾ സോങ്. ഇത്രയും പറഞ്ഞ ദിവ്യശ്രീക്ക് 1000 നന്ദി. റൊമാൻറ്റിക് സോങ്ങും ഒന്ന് പിന്നെ നല്ല എനിക്കെല്ലാം ഇഷ്ടമാണ്. വേദനയറിയാൻ പ്രണയിക്കൂ പലവട്ടം ഒരു വട്ടല്ലോ. വന്നുപോയത് അറിയാതെ വന്നത്. അടുത്തതായി ദിയ പെരിങ്കോടൻ അവതരിപ്പിക്കുന്ന ഗാനമേള. പാട്ടെല്ലാം പാടിയതിനു ശേഷം പിന്നെ ദിയ മൊത്തം എയറിലിരുന്നേ കണ്ടില്ലേ. ഇതാണ് ഫുള്ള് പരിപാടികള്. സംഭവം നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒത്തുകൂടി നല്ല സംസാരവും ട്രോൾ ചെയ്യലും ഫുൾ അടിപൊളിയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് താഴത്തെ ഫ്ലോറിലായതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ടാങ്ക് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ വാട്ടർ ടാങ്ക് എങ്കിലും നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നോക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. സ്വപ്നം കാണും പെണ്ണിനെ വരവേൽക്കാൻ വന്നു ഞാൻ. താനെ പൂക്കും പൂവിനെ പൂങ്കാറ്റായി പുൽകിനെ. ഓ മറക്കില്ല നിന്നെ കാനനക്കുഴി.
അങ്ങനെ അതിനിടയിൽ ഇവർ ഇവർക്ക് പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പൊള്ളാച്ചി ടൗണിലോട്ട് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പ്ലാൻ ഇട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. അതിനിടെ ജിഷാനി കരയണത് എന്തിനാന്നല്ലേ? സംഭവം മറ്റൊന്നല്ല, ഇതാണ് കറക്റ്റ് സൈനോഫോബിയന്റെ എക്സാമ്പിൾ. അതായത് ഇവിടുത്തെ രാമു എന്നല്ല എല്ലാ ഡോഗിനെയും പേടിയാണ്. അതിന്റെ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പൊള്ളാച്ചിയിലോട്ടും കൂടി പോയിട്ടുണ്ടായിരുന്നു, പൊള്ളാച്ചി ടൗണിലോട്ട്. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം.